ഇനിയാണ് പ്രധാന സാധനം തുടങ്ങാൻ പോകുന്നത്. ഇന്ന് നമ്മൾ നല്ലോണം ഉപയോഗിക്കുന്നത് LED എന്ന് പറയും. ഒത്തിരി ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കണേ. LED. അപ്പം നമ്മൾ പഴയ കാലത്ത് നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക, ഒരു ഓർഡറിൽ വന്നുകൊണ്ടിരിക്കുക. ആദ്യം കാർബൺ, തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചു. അന്ന് കാർബൺ ഫിലമെന്റ് ആണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ടങ്സ്റ്റനായിട്ട് മാറി, പിന്നെ ട്യൂബ് ലൈറ്റ് മാറി, പിന്നെ CFL ഉണ്ട്, അത് പറഞ്ഞില്ല, പറയും. കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ് ഉണ്ട്, പിന്നെ സോഡിയം വേപ്പർ ലാമ്പ് പറഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും I+ ട്രെയിനിങ് സൊല്യൂഷൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നിലവിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഡിസ്ചാർജ് ലാമ്പിനെ കുറിച്ചാണ്. ആ ഡിസ്ചാർജ് ലാമ്പിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഏതാ നമ്മൾ പറഞ്ഞത്? വാക്യൂം ലാമ്പിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. ആണല്ലോ, ഞാൻ പറഞ്ഞു വാക്യൂം ലാമ്പ് എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ് ട്യൂബിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അതിനകത്തൊരു ഫിലമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ആ ഫിലമെൻറ്റിൻ്റെ പ്രത്യേകത ഹൈ ടെമ്പറേച്ചറായി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അതിനകത്ത് വേപ്പറൈസേഷൻ നടക്കും. അത് നേരെ ഗ്ലാസ്സിൽ വന്ന് പറ്റിയിരിക്കുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഒരു ചോദ്യം, ലോ വോൾട്ടേജ് ആപ്ലിക്കേഷൻ ഒരു 40 വാട്ടിലൊക്കെ താഴെയാണെങ്കിൽ നമുക്ക് ഏതാ? വാക്യൂം ലാമ്പ് ഉപയോഗിക്കാം. ആണല്ലോ. ഇനി വാക്യൂം ലാമ്പ് ലോ വോൾട്ടേജിലേ ഉപയോഗിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞു ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അത് വേപ്പറൈസേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യും? ഒരു ഗ്യാസും കൂടെ ഏതെങ്കിലും അല്ല ഇനർട്ട് ഗ്യാസസ് എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അപ്പോൾ അതിനെ പറയുന്ന പേര് എന്താ? ഗ്യാസ് ഫിൽഡ് ലാമ്പ് എന്ന് പറയും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടിയാലേ ആ ഒരു ലാമ്പിന് എന്തോ മാക്സിമം പ്രകാശം പുറപ്പെടുവിക്കാൻ പറ്റത്തുള്ളൂ. ആണല്ലോ. ഇനി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാൻ പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കണേ, നോക്കിക്കണം. ഫില്ലിംഗ് ദ ഇവാക്യുവേറ്റഡ് പാർട്ട് ഓഫ് ദ വാക്യൂം ലാമ്പ് വിത്ത് ഗ്യാസസ് ലൈക്ക് ആർഗൺ. ഒന്നുകൂടെ നിന്ന്, ഫില്ലിംഗ് നിറയ്ക്കുക. ദ ഇവാക്യുവേറ്റഡ് പാർട്ട് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ ഗ്ലാസിനകത്തുള്ള എയറിനെ മൊത്തം അല്ലെ വായുവിനെ മൊത്തം വെളിക്കളയെന്ന് പറഞ്ഞില്ലയോ? അതാ ഇവാക്യുവേറ്റഡ് പാർട്ട്, ആ വായുശൂന്യമായ ഭാഗത്ത്. ദ വാക്യൂം ലാമ്പ് വിത്ത് ഗ്യാസസ് ലൈക്ക്, ഏതൊക്കെ ഗ്യാസസാ? ആർഗൺ, നൈട്രജൻ ആൻഡ് എനി അതർ ഇനേർട്ട് ഗ്യാസ്. ഇനേർട്ട് ഗ്യാസ് എന്ന് വെച്ചാൽ എന്താ? അലസവാതകങ്ങൾ എന്ന് പറയും. കെമിസ്ട്രിക്ക് അതൊക്കെ പഠിച്ചിട്ടുണ്ട്. ആണോ? ആർഗൺ, നൈട്രജൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇനേർട്ട് ഗ്യാസ്. ആൻഡ് പ്രിവെൻഷൻ ഓഫ് ദ ബ്ലാക്കനിങ് ഓഫ് ദ ഗ്ലാസ്. ബ്ലാക്കനിങ് അത് പറയാൻ തന്നെ ഇപ്പം മനസ്സിലായി. എന്താ? ആ ഒരു വാക്യൂം ബൾബിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അമിതമായി ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് ചെയ്യും? ഇവാപ്പറേഷൻ നടക്കും. അതിനുശേഷം ബാഷ്പത്തരികൾ അല്ലെങ്കിൽ അതിൻ്റെ പാർട്സ് എന്ത് ചെയ്യും? ആ കണ്ണാടിയിൽ ഗ്ലാസ്സിൽ ഒട്ടിപ്പിടിക്കും. ആ പ്രതിഭാസം വിനോമിന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താ? ബ്ലാക്കനിങ്. ആ ബ്ലാക്കനിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവാക്യുവേറ്റഡ് പാർട്സിനകത്ത് എന്ത് ചെയ്യും? ഒരു ഗ്യാസസ് ആയ ആർഗണെ, നൈട്രജനെ ഏതെങ്കിലും ഇനേർട്ട് ഗ്യാസ് നിറയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ദ റേറ്റ് ഓഫ് ഇവാപറേഷൻ ഓഫ് ദ ഫിലമെന്റ് ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ദ എക്സ്പ്ലോഷൻ ഓഫ് ദ ഗ്യാസ് പ്രഷർ. ഓക്കെ എന്നോ? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. ദ പ്രസൻസ് ഓഫ് പ്രസൻസ് എന്ന് വെച്ചാൽ എന്താ? സാന്നിധ്യം. നമ്മൾ ഇതിനകത്ത് എന്താ നിറച്ചത്? ഇനേർട്ട് ഗ്യാസ്. അതിന്റെ സാന്നിധ്യം റെഡ്യൂസ് എന്ന് വെച്ചാൽ എന്താ? കുറയ്ക്കുന്നു. ദ എക്സ്പ്ലോഷൻ ആൻഡ് എസൻ ദ ലാമ്പ് ലൈഫ്. ലാമ്പ് ലൈഫ് എന്ത് ചെയ്യും? ഈ പ്രസൻസ് ഓഫ് ഇനേർട്ട് ഗ്യാസ് റെഡ്യൂസ് എക്സ്പോഷർ ആൻഡ് എക്സ്റ്റൻസ്. ആണോ? എക്സ്പോഷർ ആ ലാമ്പിനെ നശിപ്പിക്കുന്നത് ഒഴിവാക്കി എക്സ്റ്റെൻഡ് എന്തുവാ? നീട്ടുന്നു. ആ ലാമ്പിൻ്റെ ജീവിത ചരിത്രം അല്ലെങ്കിൽ ആയുസ് എന്ത് ചെയ്യും? കൂട്ടുമെന്നാ പറഞ്ഞു. മോനെ ഒറ്റ വാക്കി പറഞ്ഞാൽ വാക്യൂം ലാമ്പിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അത് എത്ര ചെറിയ വോൾട്ടേജിൽ ഉപയോഗിക്കാൻ പറ്റും. കാരണം എന്താ? അതിന് ഒരു പരിധിയിലധികമായി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ബ്ലാക്കനിങ്. ഇതിൻ്റെ ഒറ്റ വാക്കി ബ്ലാക്കനിങ് എന്ന് ഞാൻ പറയുന്നത് എന്താ നിങ്ങൾക്ക് അറിയാം? നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇനേർട്ട് ഗ്യാസിലുള്ള കാര്യങ്ങൾ നിർത്തുമ്പോഴത്തേനും ഒറ്റ വാക്കി പറഞ്ഞ് എന്ത് ചെയ്യും? അതിൻ്റെ വായുസ് എല്ലാം എന്ത് ചെയ്യാം? കൂട്ടാമെന്നാണ് പറഞ്ഞത്. അടുത്തതാ, ഇവിടെ എല്ലാം ചോദ്യങ്ങൾ വരുവേ. ചോദ്യമായിട്ട് വരുമ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ ഇതുണ്ട്. തിയറിയായിട്ട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ഇനി ഒരു 3-4 ബൾബുകളുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ലോണം വർക്ക് ചെയ്യും അതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ എന്നോ? ശരി. ദ ലാമ്പ് എഫിഷ്യൻസി ഈസ്. അതിനു മുമ്പ് ഒരു കാര്യം, തിടുക്കം കാണിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? സാവധാനം തുടങ്ങണം. അവസാന സമയമാകുമ്പോൾ വേഗത കൂടണം. ആദ്യമേ നമ്മളെല്ലാം കൂടെ പഠിക്കാൻ ഒരു കാരണം വെച്ചാലും ഇരിക്കാതിരിക്കാൻ ശ്രമിക്കുക. നിരന്തരം വെളിയിൽ നിന്ന് ആളുകളിൽ നിന്ന് കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. സാവകാശം ഇരിക്കുക, മനസ്സമാധാനത്തോടെ ഇരിക്കുക, നല്ല അനുകൂല സാഹചര്യത്തിലിരിക്കുക. ഒരു പോഷൻ പഠിക്കുമ്പോൾ അത് 2-3 തവണ വായിച്ച് നോക്കാൻ നോക്കുക. അല്ലെങ്കിൽ എന്ത് പറയുക? ചുമ്മാ സമയം നഷ്ടം. ഇപ്പം ഞാൻ 7 മണിക്ക് പഠിക്കാനിരുന്നു 9 മണി വരെ ചുമ്മാ ഓടിച്ച് പോയി. മോനെ ആ സമയം ആ 7 മണി വരെ 9 വരെയുള്ള സമയത്ത് 2-3-4 തവണ അത് വായിച്ച് ISR പറയുന്നതിനോട്ട് മനസ്സിലാക്കി പഠിച്ചു. ഈ കാര്യം ഇപ്പം ഞാനിപ്പോൾ സോഡിയം വേപ്പർ ലാമ്പ് പറഞ്ഞു, നിങ്ങൾക്ക് നോട്ടും കിട്ടി ആണല്ലോ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടേതായ മെറ്റീരിയൽസ് എന്ത് ചെയ്യണം? സെർച്ച് ചെയ്യണം. സോഡിയം വേപ്പർ ലാമ്പ് നെറ്റിൽ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഗൈഡ് കാര്യങ്ങളാണ് അവിടെ പഠിച്ച് ഈ നോട്ടും ആ നോട്ടും എല്ലാം കൂടെ എന്ത് ചെയ്യണം? മനസ്സിരുത്തി പഠിച്ചു പോകാൻ നോക്കുക. അല്ലെങ്കിൽ സ്പീഡ് കൂട്ടരുത്, സമയമാവട്ടെ,
പഠിച്ചു തുടങ്ങുക. ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞതാണ്, നോക്കുക. അടുത്ത പറഞ്ഞേ, ദ ലാമ്പ് എഫിഷ്യൻസി ഈസ് ആൾസോ ഇൻക്രീസ് അലോ ദ ഫിലമെന്റ് ടു വർക്ക് ഹയർ ടെമ്പറേച്ചർ. ലാമ്പിന്റെ എഫിഷ്യൻസി എപ്പോഴും കൂടുന്ന ഏതിലാ? ആ ടെമ്പറേച്ചർ കൂടുന്നത്. ഒറ്റ വൈകി നിർത്തിക്കണേ. ഒരു വാക്യൂം ലാമ്പ് ആയാലും ഒരു ഒരു ഗ്യാസ് ഫീൽഡ് ലാമ്പ് ആയാലും അതിന്റെ വർക്കിംഗ് എന്തിനെ ആശ്രയിച്ചിരിക്കും? ടെമ്പറേച്ചർ. വാക്യൂം ലാമ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിനകത്ത് എന്തോ ബ്ലാക്കനിങ്, അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അതിനകത്ത് എന്തോ ഇനർട്ട് ഗ്യാസസ് ആയ നൈട്രജന്, ആർഗൺ എന്നിവ നിറയ്ക്കും. അത് ലാമ്പിന്റെ ആയുസ് കൂട്ടാൻ സാധിക്കും, ബ്ലാക്കനിങ് കുറയ്ക്കാൻ പറ്റും, ഇവാപറേഷൻ കുറയ്ക്കാൻ പറ്റും. ഇതെല്ലാം പറഞ്ഞല്ലോ. ശരി. There is no availability of low voltage miniature lamp. There is no availability of low voltage miniature lamp. ഞാൻ ഈ പറഞ്ഞേ, ലോ വോൾട്ടേജ് മിനിയേച്ചർ ലാമ്പ് കിട്ടാതിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫിലമെന്റ് ആണ് കോയിലേജ് ഫിലമെന്റ് ലാമ്പ്. ഇത് ചോദിക്കും, ആണോ വാഹനങ്ങളിലേക്ക് ഉപയോഗിക്കുന്നത്? ഒന്ന് പറയാം. ദ ആപ്ലിക്കേഷൻ ഏതിന്റെ അവസ്ഥ? ലോ വോൾട്ടേജ് മിനിയേച്ചർ ലാമ്പ് കിട്ടാത്ത അവസ്ഥയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാ? കോയിലേജ് ഫിലമെന്റ് ലാമ്പ്. അത് ഓർത്ത് വെച്ചോണേ. ഏതാ? വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ലാമ്പ്. ഹെഡ്ലൈറ്റ് ആയിട്ട് പറയാം. ദ ആപ്ലിക്കേഷൻ ഓഫ് കോയിലേജ് ഫിലമെന്റ് ലാമ്പ് ഈസ് ഫൗണ്ട് ലോ വോൾട്ടേജ് റേറ്റിംഗ്. അപ്പൊ കോയിലേജ് ഫിലമെന്റിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? അത് ലോ വോൾട്ടേജ് റേറ്റിംഗ് ആണ്. അടുത്ത പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞോ പോയോ? ലോ വോൾട്ടേജ് റേറ്റിംഗ് ആണ്. ഓക്കെ ആണോ? ശരി. അടുത്ത പറഞ്ഞേ, ദ ലാമ്പ്. ശരി. ദ ലാമ്പ് ഇൻ ഓട്ടോമൊബൈൽ ഹെഡ്ലൈറ്റ്. ഹെഡ്ലൈറ്റ് എന്തോ ഞാൻ പറയാൻ അറിയാലോ, വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ്. ദ ലാമ്പ് ഇൻ ഓട്ടോമൊബൈൽ ഹെഡ്ലൈറ്റ് 15 വാട്ട്. ഞാൻ പറഞ്ഞു കോയിലേജ് ഫിലമെന്റ് എവിടെ ഉപയോഗിക്കുന്നത്? ഓട്ടോമൊബൈലിന്റെ ഹെഡ്ലൈറ്റ് എന്ന് വെച്ചാൽ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് ആയിട്ടാണ്. അതിന്റെ പ്രത്യേകത ലോ വോൾട്ടേജ് ആവശ്യങ്ങൾ എത്ര? 15 വാട്ട്, 25 വാട്ട്, 6 വോൾട്ട്, 16 വോൾട്ട് ലോ വോൾട്ടേജ് ആവശ്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പം ചോദിക്കണേ, വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിൽ ഉപയോഗിക്കുന്ന ഇതിൽ ഏത് ലാമ്പാന്ന് ചോദിച്ചാൽ ഏത് നിങ്ങൾ പറയണം? കോയിലേജ് ഫിലമെന്റ് ലാമ്പ്. ഏതിന്റെ അവൈലബിലിറ്റിയിലാണ്? കിട്ടാത്ത സാഹചര്യത്തിലാണ് ലോ വോൾട്ടേജ് മിനിയേച്ചർ ലാമ്പ് ആണോ? ശരി. ഫോർ ഫോക്കസിങ്. ഈ കോയിലേജ് ഫിലമെന്റ് ലാമ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫോർ ഫോക്കസിങ് എന്ന് വെച്ചാൽ ഇപ്പൊ ഞാനൊരു സിമ്പിളായിട്ട് പറയാം. മഹേഷ് സാറ് ഒരു ചെറിയ ട്യൂബ് ലൈറ്റ് കത്തിച്ചു ആണല്ലോ. മഹേഷ് സാറിൻ്റെ ഒരു ടോർച്ച് അടിച്ച് അവരടുത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ലയോ? ഒരു ട്യൂബ് ലൈറ്റ് കത്തിച്ച് അവരടുത്ത് ഫോക്കസ് ചെയ്യോ? എല്ലായിടത്തും ഒരേപോലെ ഇല്ലയോ? അതാ പറഞ്ഞേ, ഫോർ ഫോക്കസിങ് കീപ്പിംഗ് ദ ലൈറ്റ് ഔട്ട്പുട്ട് ഹൈ, സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ ഫിലമെന്റ് ഇസ് കീപ്ഡ് സ്മാൾ, ദ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ക്യാൻ ബി അപ് ടു 2300 ഡിഗ്രി സെൽഷ്യസ്. അവിടെ നിൽക്കട്ടെ. ഇനിയാണ് പ്രധാന സാധനം തുടങ്ങാൻ പോകുന്നത്. ഇന്ന് നമ്മൾ നല്ലോണം ഉപയോഗിക്കുന്നത് LED എന്ന് പറയും. ഒത്തിരി ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കണേ. LED. അപ്പം നമ്മൾ പഴയ കാലത്ത് നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക, ഒരു ഓർഡറിൽ വന്നുകൊണ്ടിരിക്കുകയോ. ആദ്യം തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചു. അന്ന് കാർബൺ ഫിലമെന്റ് ആണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ടങ്സ്റ്റൻ ആയിട്ട് മാറി, പിന്നെ ട്യൂബ് ലൈറ്റ് മാറി, പിന്നെ CFL ഉണ്ട്. അത് പറഞ്ഞില്ല, പറയും. കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ് ഉണ്ട്, പിന്നെ സോഡിയം വേപ്പർ ലാമ്പ് പറഞ്ഞു, ഹൈ പ്രഷർ ലോ പ്രഷർ സോഡിയം വേപ്പർ ലാമ്പ് പറഞ്ഞു, മെർക്കുറി വേപ്പർ ലാമ്പിന്റെ കാര്യം പറഞ്ഞു. ശരി. അതിനുശേഷം നമ്മൾ പിന്നെ വാക്യൂം ബൾബ് പറഞ്ഞു, പിന്നെ ഗ്യാസ് ഫീൽഡ് ലാമ്പിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ഏതാ ഇരിക്കുന്ന? LED. അപ്പൊ നമ്മൾ ഇലൂമിനേഷൻ എന്ന് പറയുന്നിടത്ത് പലതരം ബൾബിനെ കുറിച്ച് ആദ്യം പഠിക്കും. അതാ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശരി. അടുത്താണ് LED, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഒന്നാമത് ചോദ്യം ഫുൾ ഫോം ചോദിക്കും. LED-യുടെ ഫുൾ ഫോം ചോദിക്കും. ഓക്കെ എന്നോ? LED-യുടെ ഫുൾ ഫോം എന്താന്ന് വെച്ചാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. LED-യുടെ ഫുൾ ഫോം എന്താ? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഓക്കെ എന്നോ? CFL-ന്റെ ഫുൾ ഫോം ചോദിക്കും. കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ്. നമ്മൾ പഠിച്ചില്ല, ഇത് കഴിഞ്ഞിട്ട് പഠിക്കും ആണല്ലോ. ശരി. തുടങ്ങാൻ പോകുന്നത് ഇങ്ങനെ ഒത്തിരി സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. LED ബൾബ്. ശരി. അതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നോക്കി, ഇവിടെ എൻ്റെ സഹായം വേണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രദ്ധിച്ചിരിക്കണം. ഓൺ റീകോമ്പിനേഷൻ ആഫ്റ്റർ ക്രോസിംഗ് എ PN ജംഗ്ഷൻ, the minority charge carry release energy in the form of light. അപ്പോൾ LED എന്ന് വെച്ചാൽ എന്താ? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഞാനൊരു കാര്യം ഞാൻ പറയുകയാണ്. നമുക്ക് മൊത്തം 9-10 മോഡ്യൂളുണ്ട് ആണോ? മഹേഷ് സാർ ഇപ്പം കൈകാര്യം ചെയ്യുന്ന 8ാമത്തെ മോഡ്യൂളാണെന്നാണ് വിശ്വാസം. 8ാമത് 7ാമോ വിശ്വാസം. അപ്പോൾ 1ാമത്തെയും 2ാമത്തെ മോഡ്യൂളാകുമ്പോൾ നിങ്ങൾ പഠിക്കും ഫോർവേഡ് ബയാസിങ്ങും പറയും, റിവേഴ്സ് ബയാസിങ്. ആ ക്ലാസ് അതിൻ്റെ രീതി നടക്കുന്നുണ്ട്. ഫോർവേഡ് ബയാസിങ്ങും പിന്നെ ഏതാ? റിവേഴ്സ് ബയാസിങ്. ഇപ്പം ഞാൻ തൽക്കാലം ഫോർവേഡ് ബയാസിങ് എന്നേ പറയത്തുള്ളേ. ആ ഫസ്റ്റ് മോഡ്യൂളിനകത്ത് അതിനകത്ത് കണ്ടന്റ് ഉണ്ട്. ഫോർവേഡ് റിവേഴ്സ് ഒന്ന് കേൾക്കുക. ശരി. ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ആദ്യം പറയാൻ പോകുന്നു ഓൺ റീകോമ്പിനേഷൻ ആഫ്റ്റർ ക്ലോസിംഗ് PN ജംഗ്ഷൻ. ഒരു ഐഡിയ തരാം. ഞാനൊരു കാര്യം ചെയ്തു. ഒരു LED ബൾബ് കത്തണമെങ്കിൽ അത് ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്യണം. എങ്ങനെ കണക്ട് ചെയ്യുന്നത്? ഫോർവേഡ്. അപ്പൊ നിങ്ങൾ അത് എന്താന്ന് ചോദിക്കും. ഞാനൊരു ഐഡിയ തന്നിട്ട് പറയാമേ. മഹേഷ് സാറ് കൂടുണ്ടേ? ശരി. അപ്പൊ ഞാനൊരു LED ബൾബാന്ന് വിചാരിക്കുക. ഏതാ? LED ബൾബ്. അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ ആണല്ലോ. ഈ LED ബൾബ് ഞാൻ എന്ത് ചെയ്തൊരു സപ്ലൈക്കകത്തോട്, ഇത് നമുക്കറിയാം എന്താ പോസിറ്റീവാണ്, ഇതെന്താ നെഗറ്റീവാണ്. ഒരു LED ഇതെന്താ പോസിറ്റീവാന്ന് വിചാരിക്കുക, ഇതേതാ നെഗറ്റീവ്.
പോസിറ്റീവും പോസിറ്റീവും ഒരുമിച്ച് കണക്ട് ചെയ്തു, നെഗറ്റീവും നെഗറ്റീവും ഒരുമിച്ച് കണക്ട് ചെയ്തു. അപ്പോൾ അതിനെ പറയുന്ന പേര് ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയും. ആണല്ലോ, ശരി. അപ്പോൾ ഒരു LED ബൾബ് നല്ലോണം പ്രകാശിക്കണമെങ്കിൽ അത് എങ്ങനെ കണക്ട് ചെയ്യണം? ഫോർവേഡ് ബയാസിംഗ് ആണല്ലോ. ഡൗട്ട് ഉണ്ട്, ഒന്നാമത്തെ മൊഡ്യൂളിൽ ആ ഭാഗം തുറന്ന് നോക്കുക, ആ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ എന്നോ, ശരി. ഓൺ റീകോമ്പിനേഷൻ ആഫ്റ്റർ ക്ലോസിംഗ് PN ജംഗ്ഷൻ ആണല്ലോ, ശരി. മൈനോറിറ്റി ചാർജ് ക്യാരി റിലീസ് എനർജി ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്. ഒരു LED ബൾബ് ഏതിന്റെ ഫോമത്തിലാണ്? ലൈറ്റിന്റെ രൂപത്തിലായിരിക്കും എനർജിയെ വെളിവിടുന്നത്. ഇനി മനസ്സിലാവും. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഒരു ചോദ്യമാണ്. LED ഫുൾ ഫോം എന്താ? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. യൂസ് എ സ്പെഷ്യൽ PN ജംഗ്ഷൻ ഡയോഡ്. ഒരു LED എന്ന് പറയുമ്പോൾ അതെന്താ? ഒരു PN ജംഗ്ഷൻ ഡയോഡാണ്. ഏതാണ്? അപ്പൊ LED എന്ന് പറയുമ്പോൾ എന്താ? ഒരു PN ജംഗ്ഷൻ ഡയോഡ് ഉണ്ട്. ഈസ് ബയാസ്ഡ് ടുവേഴ്സ് ഫോർവേഡ് ഡയറക്ഷൻ. ഇപ്പൊ ഇവിടെ തന്നെ 3-4 ക്വസ്റ്റ്യൻ ആയി. ഞാൻ പറഞ്ഞ ഏത് ബൾബിനെ കുറിച്ചാണ് പറഞ്ഞേ? LED ഫുൾ ഫോം എന്താ? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഒരു LED വർക്ക് ചെയ്യണം, എങ്ങനെ കണക്ട് ചെയ്യണം? ഫോർവേഡ് ബയാസ് കണക്ട് ചെയ്യണം. അന്ന് മോനെ LED എന്ന് പറയുമ്പോൾ ഏതാണ്? ഒരു PN ജംഗ്ഷൻ ഡയോഡാണ്. 4-5 ക്വസ്റ്റ്യൻ ആയേ മോനെ, ശ്രദ്ധിച്ച്. ദിസ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ഡയോഡ് ഡിസൈഡ് ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. ഞാൻ പറഞ്ഞൊരു PN ജംഗ്ഷൻ ഡയോഡ് ഉണ്ടെന്ന് പറഞ്ഞു. ആണോ? ആ ഡയോഡ് ഉപയോഗിക്കുന്ന ഏത് മെറ്റീരിയൽ ആണോ ആ മെറ്റീരിയലിനനുസരിച്ചാണോ അവിടെ എന്തുണ്ടാവുന്നത്? കളർ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, സിമ്പിൾ ഒരു ഉദാഹരണമാണ്, മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ദോശ ഉണ്ടാക്കി, ദോശയുടെ കളർ ഏതാ? വെള്ള. ആ ദോശയ്ക്കകത്ത് ഞാൻ ഇച്ചിരി ബീട്രൂട്ട് അരച്ച് ചേർത്ത്, അപ്പോൾ അതേതാ? ഒരു ചുമന്ന ദോശയായിരിക്കും. ആണോ? ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറയുകയാണേ, അങ്ങനെ ഉണ്ടെന്നല്ല. ഒരു പാവയ്ക്ക് അരച്ച് ചേർത്ത്, അപ്പോൾ അതേതാ? പച്ച ദോശ. ആണോ? അപ്പോൾ ആഡ് ചെയ്യുന്ന മെറ്റീരിയലിനനുസരിച്ച് ദോശയുടെ കളർ മാറിയില്ലയോ? അതിൻ്റെ കൂട്ട് തന്നെ ഒരു LED ബൾബ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു PN ജംഗ്ഷൻ ഡയോഡാന്നേ മോനെ. ആണോ? ആ ഡയോഡ് ഏത് വസ്തു വെച്ചാണോ നിർമ്മിച്ചിരിക്കുന്നത് അതിനനുസരിച്ചാണ് അത് പുറത്ത് വിടുന്ന ലൈറ്റ്. ഇത്രയും മനസ്സിലായല്ലോ. നോക്കി, ദ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, ഏത് വസ്തുവാണ് ഉപയോഗിച്ചത്? യൂസ്ഡ് ഇൻ ദ ഡയോഡ്, ആ ഡയോഡ് ഏത് വസ്തുവാണോ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ഡിസൈഡ് ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്, വേവ് ലെങ്ത് അനുസരിച്ചില്ലേ ലൈറ്റ് മാറുന്നേ. ആണോ? അത്രയും പഠിക്കുക. ആ ഡയോഡ് മാറുന്നതിനനുസരിച്ച് വേവ് ലെങ്ത് മാറും. വേവ് ലെങ്ത് മാറുമെന്ന് വെച്ചാൽ അതിൽ നിന്ന് വരുന്ന ലൈറ്റിന്റെ കളർ എന്ത് ചെയ്യും? മാറുമെന്നാ പറഞ്ഞേ. ഫോർ ഇൻഫ്രാറെഡ്, ഇതൊന്ന് ശ്രദ്ധിച്ചോണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണേ. ആണ് ഫോർ ഇൻഫ്രാറെഡ് ഔട്ട്പുട്ട്, ഒരു ഇൻഫ്രാറെഡ് ഔട്ട്പുട്ടാണ് വെളിയിൽ വേണ്ടതെങ്കിൽ, പറയുന്ന കേൾക്കണം, ഒരു ഇൻഫ്രാറെഡ് ഔട്ട്പുട്ടാണ് വെളിയിൽ വേണ്ടതെങ്കിൽ ദ ഗാലിയം ആർസനൈഡ് ഡോപ്ഡ് വിത്ത് സിങ്ക് ഈസ് യൂസ്ഡ്. ഇത് ഓർത്ത് വെച്ചോണം. അപ്പോൾ ഒരു ഇൻഫ്രാറെഡ് വേണമെങ്കിൽ ഏതാ? ഗാലിയം ആർസനൈഡ് ഡോപ്ഡ് വിത്ത് സിങ്ക് ആണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഗാലിയം ഫോസ്ഫേറ്റ് ഡോപ്ഡ് വിത്ത് ഓക്സിജൻ എമിറ്റ് റെഡ് ലൈറ്റ്. റെഡ് ലൈറ്റ് ആണെങ്കിൽ ഏതാ പറഞ്ഞിരിക്കുന്നത്? ഗാലിയം ഫോസ്ഫേറ്റ് ഡോപ്ഡ് വിത്ത് ഓക്സിജൻ എമിറ്റ്. ആണോ? നിങ്ങൾ ഇതിപ്പം പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്കൊരു ബോക്സിനകത്ത് ഓരോ നിറത്തിന് ഏതാ ഉപയോഗിക്കുന്നത് വരുന്നുണ്ട്. ആണോ? തൽക്കാലം ഓടിച്ചു വിടാം. അപ്പോൾ ഇവിടുത്തെ കാര്യം ഞാൻ ഒന്നും കൂടെ പറയാന്നേ. മോനെ എന്താ പറഞ്ഞത്? LED എന്നാ പറഞ്ഞത്. LED എന്ന് വെച്ചാൽ എന്താ? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് പറഞ്ഞത്. ആണോ? എപ്പോഴും ഒരു LED എങ്ങനെ കണക്ട് ചെയ്യേണ്ടതാ? അതൊരു ഫോർവേഡ് ബയാസിലാണ്. ഫോർവേഡ് എന്ന് വെച്ചാൽ എന്താ? പോസിറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് നെഗറ്റീവ്. ആണോ? ഫസ്റ്റ് മോഡ്യൂളിനകത്ത് പറയും. അപ്പോൾ ഫോർവേഡ് ബയാസിലാണ് കണക്ട് ചെയ്യേണ്ടത്. ആ എനർജി എന്തിൻ്റെ രൂപത്തിലാണ് വെളി വിടുന്നത്? ലൈറ്റിൻ്റെ രൂപത്തിലാണ് വെറുതെ വിടുന്നത്. അതിനകത്ത് പിന്നെ അതിനകത്ത് ലൈറ്റ് എന്തിനെ ആസ്പദമാക്കിയിരിക്കും? ആ ഡയോഡ്, LED എന്ന് പറയുമ്പോൾ എന്താ? ഒരു PN ജംഗ്ഷൻ ഡയോഡ് അല്ലയോ? ആ PN ജംഗ്ഷൻ ഡയോഡ് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ അനുസരിച്ചാണ് അതിൻ്റെ എന്ത് ചെയ്യുന്നത്? കളർ മാറുന്നത്. ഇനി ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഒരു ഏകദേശം ഐഡിയ വരുവാന്നേ. ഇതൊരു LED പടമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഏതിൻ്റെ പടമാണ് കാണിച്ചിരിക്കുന്നത്? LED. അപ്പോൾ നിങ്ങൾ പറയും, സാറേ എന്താ LED? LED എന്ന് വെച്ചാൽ എന്താ? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഞാനൊരു LED വരച്ചു. ആണോ? ഈ ഒരു സിമ്പിൾ വരച്ചോണേ. ക്വസ്റ്റ്യൻ തന്നിട്ട് LED സിമ്പിൾ ഏതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. ഇങ്ങനെ വെച്ചാൽ സിമ്പിൾ ഓഫ് LED ആണോ? 2 ലൈറ്റ് ഇങ്ങനെ പ്രകാശിക്കുന്നതായിട്ട് കാണിച്ചാൽ അതേതാ? LED ആണല്ലോ. മോനെ ഞാൻ ഇവിടെ ഒരു ഐഡിയ തരാം. അപ്പം അങ്ങോട്ട് വരുമ്പോൾ എല്ലാം നല്ലോണം മനസ്സിലാവും. ഓക്കെ എന്നോ? അപ്പോൾ ഇത് കാണുമ്പോഴേ നിങ്ങൾ പറയും, അതെന്താ മഹേഷ് സാർ പറഞ്ഞാനോ? അതിനെ പറയുന്ന പേര് LED. LED എന്ന് വെച്ചാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ആ LED-ക്ക് അന്ന് ഒരു വയർ എടുത്തതാണ്ട് ഇങ്ങനെ ഒരു സാധനം കാണിച്ചു. അതിനെ പറയുന്ന പേര് റെസിസ്റ്റൻസ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഒരു വരുന്ന കറണ്ടിന്റെ അളവിനെ കുറയ്ക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഏതാ? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആണോ? അപ്പോൾ ഒന്നും കൂടെ പറയാം. ഒരു ഇവിടുന്ന് ഞാൻ ചുമ്മാ പറയൂ, ഉദാഹരണം പറയുന്നതാണേ, അത് കാര്യമായിട്ട് എടുക്കുന്നത് മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു കഥ പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നത്. അതാണ് എൻ്റെ രീതി. ആണോ? മോനെ ഇപ്പോൾ ഇവിടെ ഒരു 50 വരുന്നത് എന്ന് ചോദിക്കുമോ? ഈ റെസിസ്റ്റൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ എത്ര ആയിരിക്കും? 30 ആയിരിക്കും. ആണോ?
എന്ന് വെച്ചാൽ എന്താ 50 വന്നപ്പോൾ ഇവിടെ കടത്തിയിട്ട് എത്ര 30, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുറയ്ക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഞാനൊരു കാര്യം ചെയ്തു, എൽ ഇ ഡി താണ്ട് നേരെ കൊണ്ടുവന്ന് ഇങ്ങനെ കണക്ട് ചെയ്തേ. എന്ന് വെച്ച് ഏതാ ഫേസ് അല്ലയോ മോനെ, എന്നെന്ന് വെച്ച് ഏതാ, സോറി അത് വായിച്ചല്ലോ, ശരി ഞാനൊരു കാര്യം ഫേസ് അല്ലയോ, അതെ ഇതിൽ നിന്ന് കറണ്ട് വരത്തില്ലയോ, ഈ വരുന്ന കറണ്ട് നേരെ എൽ ഇ ഡിക്കകത്ത് അമിതമായി കറണ്ട് വന്നാൽ എൽ ഇ ഡി അടിച്ചു പോകാനുള്ള സാധ്യത ഇല്ലയോ? അവിടെ ഒരു ചോദ്യം ചോദിക്കും. ആ എൽ ഇ ഡിക്ക് സീരീസ് ആയിട്ട് ഒന്നിന് പുറമെ ഇതിന് പുറമേ ആയിട്ട് ഞാൻ ഇവിടെ ഒരു സാധനം വെച്ചു, റെസിസ്റ്റർ വെച്ചു. അപ്പൊ എന്താ ചെയ്യുന്നത്, വരുന്ന കറണ്ടിന്റെ അളവ് അമിതമായാൽ എൽ ഇ ഡി ബൾബ് കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. അതിനു വേണ്ടിയാണ് ഒരു റെസിസ്റ്റർ എൽ ഇ ഡിക്ക് സീരീസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഈ സിമ്പിൾ കണ്ടാൽ നിങ്ങൾ പറയണത് ഏതാ, എൽ ഇ ഡി ആണ് ആണോ? ശരി, ഇത് വിട്ടേക്ക, നമ്മൾ ഇനി പറയുമ്പോൾ അവിടെ എല്ലാം പറയുന്നുണ്ട്. The amount of current through the diode. ഞാൻ പറഞ്ഞു ഒരു എൽ ഇ ഡി എന്ന് വെച്ചാൽ എന്താ, ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡാണ് ആണല്ലോ. അതെങ്ങനെയാ കണക്ട് ചെയ്യേണ്ടത്, ഫോർവേഡ് ബയാസ് ആണ്. അതിനകത്തുണ്ടാകുന്ന കളർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആ ഡയോഡ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച മെറ്റീരിയലിനെ ആശ്രയിച്ചിരിക്കുന്നു. ശരി, ദ എമൗണ്ട് ഓഫ് കറണ്ട്, അതിലൂടെ ഒഴുകുന്ന കറണ്ട് ത്രൂ ദ ഡയോഡ് ഈസ് ഡിസ്റ്റീവ് ഫോർ ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. ദ എമൗണ്ട് ഓഫ് കറണ്ട്, അതിൽ പോകുന്ന കറണ്ടിനനുസരിച്ച് ബൾബിന്റെ ഇത്. ഉദാഹരണം പറയുന്നത്, എനിക്ക് ഒരു 10 പത്തിരി തന്നു, നല്ല ആരോഗ്യമായിരിക്കും. ഒരു പത്തിരിയുടെ വാതി തന്നു, ആണോ, ആരോഗ്യം എന്ത് ചെയ്യും, കുറയത്തില്ലേ മോനെ? അതാ പറഞ്ഞേ, എൽ ഇ ഡിക്കകത്ത് കൂടെ ഔട്ട്പുട്ട് കറണ്ടിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രകാശ തീവ്രത മാറുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ എന്നോ? ദ മോസ്റ്റ് ആൻഡ് കോമൺ യൂസസ് ഓഫ് എൽ ഇ ഡി ആർ ഇൻഡിക്കേറ്റർ. അറിയാം എൽ ഇ ഡി എവിടെ ഉപയോഗിക്കുന്നതെന്ന്. ഇന്നത്തെ കാലത്ത് ഇഷ്ടം പോലെ നമ്മൾ എന്താ സ്ട്രീറ്റ് ലൈറ്റ് ഇപ്പം എല്ലാം എൽ ഇ ഡി ഉപയോഗിക്കുന്നതാണോ? പണ്ടത്തെ കാലത്ത് സോഡിയം വേപ്പർ ലാമ്പും CFLDയും എല്ലാം മാറ്റി ഇപ്പം ഏതാ എൽ ഇ ഡിയിൽ ഉപയോഗിക്കുന്നത്. അപ്പം അവർ പറഞ്ഞിരിക്കുന്നതാ ദ മോസ്റ്റ് കോമൺ യൂസ് ഓഫ് എൽ ഇ ഡി ആർ ഇൻഡിക്കേറ്റർ. വാഹനങ്ങളുടെ എൽ ഇ ഡി ഇൻഡിക്കേറ്ററൊക്കെ ഇപ്പം എൽ ഇ ഡി ആയിട്ട് മാറില്ലയോ? പണ്ടത്തെ കാലത്ത് ബൾബല്ലായിരുന്നു ബൾബ് ഉപയോഗിച്ചുകൊണ്ടിരുന്നേ ആണോ? നേരത്തെ ഞാൻ പറഞ്ഞ ഹെഡ്ലൈറ്റിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഇപ്പൊ ഏതാ വാഹനങ്ങളുടെ ഇൻഡിക്കേറ്റർ എൽ ഇ ഡി ഉപയോഗിക്കുന്നുണ്ട്, സ്ട്രീറ്റ് ലൈറ്റ് എൽ ഇ ഡി ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ഡിസ്പ്ലേസ് ഓൺ ദ കൺട്രോൾ പാനൽ. കൺട്രോൾ പാനലിനകത്ത് ഡിസ്പ്ലേ ഉണ്ടല്ലോ, അതും എൽ ഇ ഡി ഉപയോഗിക്കുന്നില്ലയോ? സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാ. അടുത്ത പറഞ്ഞേ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് ദ ലിമിറ്റിംഗ് റെസിസ്റ്റൻസ്. ഞാൻ നേരത്തെ പറഞ്ഞേ മോനെ, ആ എൽ ഇ ഡി വെച്ചതിന് ശേഷം ആ എൽ ഇ ഡിക്കകത്ത് ഒരു സീരിയസ് ആയിട്ട് റെസിസ്റ്റർ വെക്കുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതാ പറഞ്ഞേ, ദ ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് ദ ലിമിറ്റിംഗ് റെസിസ്റ്റൻസ് ഷുഡ് ബി കണക്റ്റഡ് ഇൻ സീരീസ്. ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു. എങ്ങനെ കണക്ട് ചെയ്യുന്നത്? സീരീസ് ആയിട്ട്. എന്തിനു വേണ്ടിയാ? കറണ്ടിനെ കുറയ്ക്കാൻ ആണോ? കണക്റ്റഡ് ഇൻ സീരീസ് വിൽ എൽ ഇ ഡി ആൻഡ് എൽ ഇ ഡി മസ്റ്റ് ബി കണക്റ്റഡ് ഫോർവേഡ് ബയാസ്. അത് അപ്പുറത്തെ പേജിലാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു സീരീസ് ആയിട്ടൊരു റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു, വരുന്ന കറണ്ടിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയാണ് ആണോ? വരുന്ന കറണ്ട് അളവ് എന്ത് ചെയ്യുക, കുറയ്ക്കാൻ എൽ ഇ ഡി കണക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഫോർവേഡ് ബയാസിലാണ്. ശരി, അടുത്ത പറഞ്ഞേ, അതിൻ്റെ പിന്നെ ബാക്കി ഇച്ചിരി വരുന്നുണ്ട്. ഇനി അടുത്താണ് പറയുന്നത് ഹാലജൻ ലാമ്പ്. പറമനെ ഹാലജൻ ലാമ്പ്. ഓക്കെ എന്നോ? ഇനി അവസാനം നമ്മൾ ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പഠിക്കും. ഇപ്പം എല്ലാ ലാമ്പും എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ തരുവാന്നേ. ഇപ്പം നാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലാംപ്സ് എല്ലാം എന്താണെന്നൊരു ഐഡിയ തരുമോ? ഇനി ഇതിൻ്റെ എല്ലാ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഇതിൽ നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇതെല്ലാം നമ്മൾ വർക്ക് ചെയ്യും. എന്താണെന്ന് അറിഞ്ഞാലേ ചെയ്തുകൊണ്ടൊരു ഗുണമുള്ളൂ. ഓക്കെ എന്നോ? ശരി, അടുത്താണ് ഹാലജൻ ലാമ്പ്. കാണാതെ തന്നെ അറിയാമല്ലോ, ഇത് കണ്ടിട്ടുള്ള സാധനമാണല്ലോ, നമ്മൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഹാലജൻ ലാമ്പ്. ഓക്കെ എന്നോ? അതിനിപ്പോൾ ഞാൻ പിന്നെ പറയുമ്പോൾ സംശയം എന്നുള്ളൂ, ഒന്നും കൂടെ പടം നോക്കി മോനെ. ഞാൻ ഈ ഹാലജൻ ലാമ്പിൻ്റെ പ്രത്യേകം നോക്കി, ബാക്കി എല്ലാ ലാമ്പിനും പറഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്തൊരു സാധനം കണ്ടോ? ഈ ഫിലമെന്റിനോട് ചേർന്നല്ലേ ബൾബ് ഒട്ടിയിരിക്കുമല്ലയോ? ഡയമീറ്റർ കുറവല്ലേ? ഇത്രയും നേരം നമ്മൾ പഠിച്ച ബൾബിനെ അപേക്ഷിച്ച് ഒട്ടിയിരിക്കുമല്ലയോ? ആണോ? അത് മനസ്സിരിക്കട്ടെ, പിന്നെ പറയുമ്പോൾ അല്ല സംശയം തോന്നും. ആണോ? നോക്കി, ഒത്തിരി ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നുണ്ട്, ശ്രദ്ധിച്ചിരിക്കണേ. ദിസ് ഈസ് ദ. അപ്പം എൽ ഇ ഡിക്കകത്ത് പറഞ്ഞ അപ്പം അന്നേരം 5-6 ക്വസ്റ്റ്യൻ. എൽ ഇ ഡി എന്ന് വെച്ചാൽ എന്താ? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. എൽ ഇ ഡി എപ്പോഴും എങ്ങനെ കണക്ട് ചെയ്യേണ്ടത്? ഫോർവേഡ് ബയാസ്. എൽ ഇ ഡിക്കകത്ത് വരുന്ന ലൈറ്റ് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? അതിനകത്ത് ഉപയോഗിക്കുന്ന എൽ ഇ ഡി ഏതാ? പി എൻ ജംഗ്ഷൻ ഡയോഡ്. ആ വരുന്ന ലൈറ്റിന് എന്തിനെ ആവശ്യം? ആ ഡയോഡ് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ. ചുമന്ന ലൈറ്റാന്നേ പറഞ്ഞ് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നോ? ബന്ധിക്കോ പറഞ്ഞു. ശരി, അടുത്ത നമ്മൾ ഇനി ഏതാ പറയാൻ പോകുന്നത്? ശ്രദ്ധിച്ചിരിക്കണം. ഇതിനെ പറയുന്ന പേരെന്താ? ഹാലജൻ ലാമ്പ്. എന്താ പറയുന്നത്? ഹാലജൻ ലാമ്പ്. മനസ്സിരിക്കണം. തുടങ്ങാൻ പോവുകയാണ്. ദിസ് ഈസ് അനദർ കൈൻഡ് ഓഫ് ടങ്സ്റ്റൺ ഫിലമെന്റ് ലാമ്പ്. ഹാലജൻ ലാമ്പ് മറ്റൊരു തരത്തിലുള്ള ടങ്സ്റ്റൺ ഫിലമെന്റ് ആണെന്ന് പറയാം. ടങ്സ്റ്റൺ ഫിലമെന്റ് ലാമ്പ് എന്ന് പറയാം. ആണോ? ടങ്സ്റ്റൺ ഫിലമെന്റ് ലാമ്പിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞില്ലയോ? അപ്പൊ ഹാലജൻ ലാമ്പ് ഏതിന് എക്സാമ്പിൾ ആണെന്നാ പറഞ്ഞേ? ടങ്സ്റ്റൺ ഫിലമെന്റ് ലാമ്പിന് എക്സാമ്പിൾ ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. ദ ഗ്യാസസ് സച്ച് ആയിട്ട് ഓർത്തിരിക്കണേ. സോഡിയം വേപ്പർ ലാമ്പ് ഏതാ? സോഡിയം ഉപയോഗിച്ച് ആർഗൺ ഉണ്ട്. മെർക്കുറിക്കകത്ത് ഏതാ വെച്ചാൽ മെർക്കുറി ഉണ്ട്, ആർഗൺ ഉണ്ട്. ട്യൂബ് ലൈറ്റ് അതിനകത്ത് ഏതാ ഉപയോഗിച്ചിരുന്നേ? ഏതാ?
ഫോസ്ഫറസ് കോട്ടിംഗ് ഉണ്ട്. ഓരോന്നിലും ഓരോന്നോ ഉപയോഗിക്കുന്നത് ആണോ? ശരി, ഇനി അടുത്തത് ഹാലജൻ ലാമ്പിനകത്ത് ഗ്യാസസ് സച്ച് ആസ് അയഡിൻ, ബ്രോമിൻ ഏതൊക്കെയാ ഉപയോഗിക്കുന്നത്? അയഡിൻ, ബ്രോമിൻ. അപ്പൊ ഹാലജൻ ലാമ്പിനകത്ത് മഹേഷ് സാർ പറഞ്ഞു ഉപയോഗിക്കുന്ന ആ ഗ്ലാസിനകത്ത് അകത്ത് ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാ? അയഡിനും ബ്രോമിനും എറ്റ്സെട്ര. ഹാലജൻ ഗ്യാസ്, അയഡിനും ബ്രോമിനും മാത്രമല്ല ഹാലജൻ ഗ്യാസസും ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായല്ലോ. ആൻഡ് ആർ ഫിൽഡ് ഇൻ ദ ഗ്ലാസ്. അപ്പൊ ആ ഗ്ലാസ് ഉണ്ട്, ആ ഗ്ലാസിനകത്ത് മഹേഷ് സാർ പറഞ്ഞു ഇതൊരു ഹാലജൻ ലാമ്പാണ്. ഈ ഗ്ലാസിനകത്ത് ഗ്യാസ് ഉണ്ട്. അത് ഏത് ഗ്യാസ് ആണെന്ന് ചോദിച്ചാൽ ഹാലജൻ ഗ്യാസ് ആണ്. ഹാലജൻ ഗ്യാസസ് ആയ ഏതൊക്കെയാ? അയഡിനും ബ്രോമിനും ആണോ? അയഡിൻ ഓർ ബ്രോമിൻ. അടുത്ത പറഞ്ഞേ ദ ഗ്ലാസ് ബൾബ്സ് ഇൻ ദിസ് ലാമ്പ് ആർ എക്സ്റ്റേണലി ക്ലോസ് ടു ദ ഫിലമെന്റ്. മോനെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നും കൂടെ ശ്രദ്ധിക്കണേ. ദ ഗ്ലാസ് ബൾബ് ഇൻ ദിസ് ലാമ്പ് ആർ എക്സ്റ്റേണലി ക്ലോസ് ടു ദ ഫിലമെന്റ്. മോനെ ഈ ബൾബിനകത്ത് ഒരു ഫിലമെന്റ് ഉണ്ടല്ലോ. ആ ഫിലമെന്റുമായി ക്ലോസ് ആയിട്ടാണ് ആര് കാണപ്പെടുന്നത്? ഹാലജൻ ലാമ്പിലെ ബൾബ് കാണപ്പെടുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? എന്താന്ന് പറയാം? സിൻസ് ദ ബൾബ് ഈസ് മേഡ് അപ്പ് ഓഫ് ക്വാർട്സ് ആണല്ലോ, ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ ഒരു ഹാലജൻ ലാമ്പിന്റെ ഈ ഫിലമെന്റുമായി ചേർന്നാണ് ഗ്ലാസ് നിർമ്മിച്ചിരിക്കുന്നത്. ആ ഗ്ലാസിനൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതെങ്ങനെ, എന്ത് വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്? ക്വാർട്സ് വെച്ചാണ്. ആ ക്വാർട്സ് വെച്ച് നിർമ്മിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ വളരെ ഉയർന്ന ടെമ്പറേച്ചറിനെ അതിനെന്ത് ചെയ്യണം? വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. വിത്ത്സ്റ്റാൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തേ ഹാലജൻ ഗ്യാസ് അലോസ് ഹെൽപ്പ് ദ ഇവാപറേറ്റഡ്. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചിരിക്കണം, നല്ലൊരു ക്വസ്റ്റ്യൻ ഉള്ള പോന്നേ. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ പറഞ്ഞു ഇത് ഏതാ ഫിലമെന്റ് എന്ന് വെച്ചാൽ ഏതാ? ടങ്സ്റ്റൺ ഫിലമെന്റാ ആണല്ലോ. ഈ ടങ്സ്റ്റൺ ഫിലമെന്റ് ആണെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു, ടങ്സ്റ്റൺ ഫിലമെന്റിനകത്ത് അമിതമായി ടെമ്പറേച്ചർ കൊടുത്താൽ ആ ടങ്സ്റ്റൺ ഫിലമെന്റ് എന്ത് ചെയ്യും? ഇവാപറേറ്റഡ് ആവും ആണല്ലോ. അതിനകത്തുള്ള ചെറിയ ചെറിയ പൊടിപടലങ്ങൾ ആ കണ്ണാടി പോയി ഇരിക്കും ആണല്ലോ. അപ്പൊ ആ ബൾബിന്റെ കാര്യക്ഷമത അല്ലെങ്കിൽ ആയുസ് കുറയുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഹാലജൻ ഗ്യാസ്, ഹാലജൻ ഗ്യാസ് ആയ അയഡിൻ, ബ്രോമിൻ തുടങ്ങിയ ഹാലജൻ ഗ്യാസിനെ ഈ ബൾബിനകത്ത് ഉൾക്കൊള്ളിച്ചതിന്റെ ഫലമായി ഈ ടങ്സ്റ്റൺ ഫിലമെന്റ് ഇവാപറേറ്റ് ചെയ്ത് വെളിയിൽ പോകുന്നത് തടയാൻ സഹായിക്കും. നമ്മൾ ഇത് ഉപയോഗിച്ച് ചെയ്താ ടങ്സ്റ്റൺ അല്ലയോ? ആ ടങ്സ്റ്റൺ ഇവാപറേറ്റ് ചെയ്ത് വെളിയിൽ പോകുന്നത് തടയാൻ വേണ്ടി സഹായിക്കുന്ന ഗ്യാസ് ഏതാന്ന് ചെയ്താ? ഹാലജൻ ഗ്യാസ് ആണ്. ഏതാ പറഞ്ഞേ? ഹാലജൻ ഗ്യാസ് ആണോ? ശരി, അടുത്തതാ ദ മോളിക്യൂൾസ് ഓഫ് ദ ടങ്സ്റ്റൺ സെറ്റിൽ ബാക്ക്. സെറ്റിൽ ബാക്ക് എന്താ പറഞ്ഞത്? സെറ്റിൽ ബാക്ക് എന്ന് വെച്ചാൽ എന്താ? ദ മോളിക്യൂൾസ് ഓഫ് ദ ടങ്സ്റ്റൺ ആണല്ലോ. ഇത് ടങ്സ്റ്റൺ അല്ലയോ? ഈ ടങ്സ്റ്റൺ എന്ത് ചെയ്തു? അതിനകത്തുള്ള ഇവാപറേറ്റ് ചെയ്ത് മോളിക്യൂൾ എന്ത് ചെയ്യും? വെളിയിൽ പോത്തില്ലയോ? ആ പോവുകയാണെങ്കിൽ തന്നെയും അതിനെ ബാക്ക് ആണല്ലോ. ആ ഒരു ടങ്സ്റ്റൺ ഫിലമെന്റ് ഉണ്ട്, അതിനകത്ത് ഹാലജൻ ഗ്യാസ് ഉണ്ട്. ആ ഫിലമെന്റ് ദ്രവിച്ച് അത് വെളിയിൽ പോവാണെങ്കിൽ സെറ്റിൽ ബാക്ക്, അതിനെ തിരിച്ചു കൊണ്ടുവരാൻ ആ ഹാലജൻ ഗ്യാസ് ആയ അയഡിനും ബ്രോമിനും സഹായിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ എന്നോ? ദിസ് ഈസ് പോസിബിൾ ഓൺലി വെൻ എ മോളിക്യൂൾ ആർ ക്ലോസ് ടു കോണ്ടാക്ട്. വളരെ ഇമ്പോർട്ടന്റ്. ഇപ്പൊ മനസ്സിലായോ എന്തിനു വേണ്ടിയാണ് താണ്ട് ഈ ഹാലജൻ ബൾബിനകത്ത് ഈ ഒരു ഇതെന്തിനാ അടുത്ത് വെച്ചിരുന്നത്? ദ ബൾബ് ഈസ് ക്ലോസ് ടു ഫിലമെന്റ്. എന്തിനു വേണ്ടിയാ? ഇത് ദ്രവിച്ച് വെളിയിൽ പോവുകയാണെങ്കിൽ അതിനകത്തുള്ള ഹാലജൻ ഗ്യാസ് ആ വെളിയിൽ പോകുന്ന മോളിക്യൂൾസിനെ തടഞ്ഞു നിർത്തി തിരിച്ചു കൊണ്ടുവരുന്നു ആണോ. അപ്പൊ ഈ ഡയമീറ്റർ കുറയ്ക്കുമ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ നമ്മനെ. ശരി, അടുത്ത പറഞ്ഞേ ഫോർ ദിസ് റീസൺ ദ ബൾബ്സ് ആർ കെപ്റ്റ് ക്ലോസ്. ഈ ഒരു കാരണം കൊണ്ടാണ് ദ ബൾബ്സ് ആർ ക്ലോസ് ദ ഫിലമെന്റ് ആൻഡ് മെയ്ഡ് സിലിണ്ടറിക്കൽ ഷേപ്പ്. ഏത് ഷേപ്പ് കൊടുത്തിരിക്കുന്നതാ? സിലിണ്ടറിക്കൽ ഷേപ്പ് കൊടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? അടുത്ത പറഞ്ഞിരിക്കുന്നതോ ഓപ്പറേറ്റിംഗ് പൊസിഷൻ ഓഫ് സോഡിയം വേപ്പർ ലാമ്പ്. ഓക്കെ ആണോ? നമ്മൾ നേരത്തെ പറഞ്ഞു സോഡിയം വേപ്പർ ലാമ്പിന്റെ കേസ് പറഞ്ഞു. ആ സോഡിയം വേപ്പർ ലാമ്പ് രണ്ടായിട്ട്, സ്ലോ പ്രഷർ സോഡിയം വേപ്പർ ലാമ്പ്, ഹൈ പ്രഷർ സോഡിയം വേപ്പർ ലാമ്പ് പറഞ്ഞു. ഇനി അടുത്ത് ചിന്തിക്കേണ്ടതാ ഈ സോഡിയം വേപ്പർ ലാമ്പ് നമ്മൾ എന്ത് ചെയ്യും? സ്ട്രീറ്റ് ലൈറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്, സ്പോർട്സ് നടക്കുന്നിടത്ത് ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തെല്ലാം ഉപയോഗിക്കുമ്പോഴും അതിന് വ്യക്തമായ ഒരു പൊസിഷൻ ഉണ്ട്. ആ രീതിയിൽ ഘടിപ്പിച്ചില്ലെങ്കിൽ അത് എന്ത് ചെയ്യത്തില്ല? വർക്ക് ചെയ്യത്തില്ലെന്നാ പറഞ്ഞു. ഒന്ന്, സോഡിയം ലാമ്പ് ഓഫ് 45 വാട്ട് ഓർ 60 വാട്ട് ക്യാൻ ബി ഓപ്പറേറ്റ് ഇൻ എനി പൊസിഷൻ. ഒരു 45 വോൾട്ടിന്റെയോ അല്ലെങ്കിൽ ഒരു 60 വാട്ടിന്റെയോ, മിസ്റ്റേക്ക് പറ്റി, 45 വാട്ടിന്റെയോ ഒരു 60 വാട്ടിന്റെയോ സോഡിയം വേപ്പർ ലാമ്പാണെങ്കിൽ അത് ഏത് രീതിയും വെർട്ടിക്കലായോ ഹൊറിസോണ്ടലായോ ഇൻക്ലൈൻഡ് ആയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത്. അടുത്തത്, ഇറ്റ് നീഡ്സ് ടു ബി ടേക്കൻ കെയർ ദ ക്യാപ്പ് ഓഫ് ലാമ്പ് ആൾവേസ്
ഹയർ ദാൻ ദ ലാമ്പ് അവോയ്ഡ് സെറ്റിംഗ്. അതവിടെ നിൽക്കട്ടെ. ദ സോഡിയം ലാമ്പ് ഹയർ വാട്ടേജ്, ഞാൻ ഇവിടെ എന്താ പറഞ്ഞേ 45 അല്ലേ 60, അത് ലോ വാട്ടേജിന്റെ കാര്യമാണ് പറഞ്ഞേ. അടുത്ത സോഡിയം ലാമ്പ് വിത്ത് ഹയർ വാട്ടേജ് ഷുഡ് നോട്ട് ബി കണക്റ്റഡ് അറ്റ് ആൻ ആംഗിൾ ഗ്രേറ്റർ ദാൻ 20 ഡിഗ്രി. ലോ വാട്ടേജ് ആണെങ്കിൽ എങ്ങനെയും ഉപയോഗിക്കാം, പക്ഷെ ഹയർ വാട്ടേജ് ആണെങ്കിൽ 20 ഡിഗ്രി ആംഗിളിനേക്കാൾ കൂടുതൽ അതിനെ അറേഞ്ച് ചെയ്യാൻ പാടില്ല എന്നാ പറഞ്ഞേ. കാരണം ഞാൻ പറഞ്ഞു ഒരു സോഡിയം വേപ്പർ ലാമ്പ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഏതാ വരുന്നത്, സോഡിയമാണ്. അത് ഏത് ഫോമിലാണ്, ലിക്വിഡ് ഫോമിലാണ്. അതൊരു 20 ഡിഗ്രി ആംഗിൾ വെക്കുകയാണെങ്കിൽ ഒരിടത്ത് അക്യുമുലേറ്റ് ചെയ്യാൻ അടിയാനുള്ള സാധ്യതയുണ്ട്. ആ അടിഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. അതാ പറഞ്ഞത് മാക്സിമം ഒരു ഹൈ വാട്ടേജ് സോഡിയം ലാമ്പ് ആണെങ്കിൽ ഒരു 20 ഡിഗ്രിക്ക് മേളിൽ കൊണ്ടുവന്നാൽ അത് അതിൻ്റെ ഫങ്ഷൻ പൂർണ്ണമായും നടക്കത്തില്ല. ദ ആംഗിൾ ഗ്രേറ്റർ ദാൻ 20 ഡിഗ്രി ദ ഹൊറിസോണ്ടൽ അറ്റ് ലീഡ്സ് ഓഫ് നോൺ യൂണിഫോം. കേട്ട് പേടിക്കേണ്ട, നോൺ യൂണിഫോം. യൂണിഫോം എന്ന് വെച്ചേണ്ട തുടർച്ചയായി, നോൺ യൂണിഫോം എന്ന് വെച്ചെന്താ തുടർച്ചയല്ലാതെ ക്രമരഹിതമായി പ്രവർത്തിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ സോഡിയൻസ് അപ്പറിംഗ് പെർഫോമൻസ് അഫക്റ്റിംഗ് പെർഫോമൻസ്. അഫക്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താ, ബാധിക്കുന്നു പെർഫോമൻസ്. ആ സോഡിയം വേപ്പർ ലാമ്പിന്റെ പെർഫോമൻസിനെ അത് ബാധിക്കുന്നു എന്നാ പറഞ്ഞേ. ലൈഫ് ഓഫ് സോഡിയം വേപ്പർ ലാമ്പ് നേരത്തെ പറഞ്ഞു 6000 മണിക്കൂർ എന്നാ പറഞ്ഞത്. ഈ നോർമൽ സോഡിയം ലാമ്പ് ഹാസ് ലൈഫ് മോർ ദാൻ 6000. ആവറേജ് ലൈഫ് പറഞ്ഞേ മിനിമം അത് 6000 മണിക്കൂറെങ്കിലും പ്രവർത്തിപ്പിക്കുന്നു പറഞ്ഞിരിക്കുന്നു. ഓക്കെ ആണോ? ഇറ്റ് നീഡ്സ് ടു ടേക്ക് കെയർ. ഇറ്റ് നീഡ്സ് ടു അവർ അടുത്ത് പറഞ്ഞു വൺസ് ദിസ് പീരീഡ് ഇസ് ഓവർ ദ ഔട്ട്പുട്ട് ഡ്രോപ്പ് ഇവർ. മോനെ ഞാൻ ഈ അടുത്ത് പറഞ്ഞു സോഡിയം വേപ്പർ ലാമ്പിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ തവണ ഓണാക്കുമ്പോഴും സ്വാഭാവികമായിട്ടും സോഡിയം വേപ്പർ ലാമ്പിന്റെ ആയുസ് എന്ത് ചെയ്യും, കുറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് പറഞ്ഞു വൺസ് പീരീഡ് ഈസ് ഓവർ, ഒരു കാലക്രമം കഴിയുമ്പോൾ, ഒരു പരിധി കഴിയുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, 15% എന്ത് ചെയ്യുന്നു, കുറയുന്നു കാലക്രമേണ, ഏജിങ്. ഓക്കെ ആണോ? ശരി, ഇനി അടുത്ത പറഞ്ഞേ കമ്പാരിസൺ ബിറ്റ്വീൻ സോഡിയം വേപ്പർ ലാമ്പും മെർക്കുറി വേപ്പർ ലാമ്പ്. ഇപ്പം നമ്മൾ ഒത്തിരി ലാമ്പ് പഠിച്ചു. ആദ്യം നമ്മൾ പഠിച്ചു കാർബൺ ഫിലമെന്റ് ലാമ്പ് പറഞ്ഞു. അതിനുശേഷം പിന്നീട് വന്ന ലാമ്പാണ് ഫിലമെന്റ് ലാമ്പ്, ടങ്സ്റ്റൺ ഫിലമെന്റ് ഉപയോഗിച്ചു. അതിനുശേഷം നമ്മൾ പറഞ്ഞു മെർക്കുറി ലാമ്പായ ലോ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പ്, ഹൈ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പ്. മെർക്കുറി എന്ന് പറയുമ്പോൾ ട്യൂബ് ലൈറ്റ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഹൈ പ്രഷർ എന്ന് പറയുമ്പോൾ മെർക്കുറി ലാമ്പ് നമ്മൾ പഠിച്ചു. മെർക്കുറി വേപ്പർ ലാമ്പ് എടുക്കുകയാണെങ്കിൽ അത് എവിടെ ഉപയോഗിക്കുന്നത്, സ്ട്രീറ്റ് ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു ആണോ? പിന്നീട് വന്ന ലാമ്പാണ് സോഡിയം വേപ്പർ ലാമ്പ്, ഹൈ പ്രഷർ ലോ പ്രഷർ വേപ്പർ ലാമ്പ് ആണോ? പിന്നീട് നമ്മൾ പറഞ്ഞു വാക്യൂം ലാമ്പ് പറഞ്ഞായിരുന്നു. പിന്നീട് പറഞ്ഞു ഗ്യാസ് ഫിൽറ്റർ ലാമ്പ് പറഞ്ഞായിരുന്നു. ഇപ്പം നമ്മൾ നിലവിൽ പറഞ്ഞു LED ലാമ്പ് പറഞ്ഞു. പലതരം ലാമ്പായി. ഇനി പറയുന്നത് കമ്പാരിസൺ ബിറ്റ്വീൻ ഒരു സോഡിയം ആൻഡ് മെർക്കുറി. അത് രണ്ടും ഡിസ്ചാർജ് ലാമ്പാണ്. ഡിസ്ചാർജ് ലാമ്പിന് എക്സാമ്പിളാണ് സോഡിയം വേപ്പർ ലാമ്പും മെർക്കുറി വേപ്പർ ലാമ്പും. എന്നാൽ പൊതുവായി നോക്കുമ്പോൾ അത് തമ്മിലുള്ള താരതമ്യം എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാൻ പോകുന്നത്. നോക്കി, ഒന്ന് സോഡിയം വേപ്പർ ലാമ്പ്, ഒന്ന് ഇറ്റ് ഹാസ് ട്രാൻസ്ഫോമർ വിച്ച് ഹൈ ലീക്കേജ് റെസിസ്റ്റൻസ്. ഒരു സോഡിയം വേപ്പർ ലാമ്പ് പടയുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു ട്രാൻസ്ഫോമർ വേണം. ഏതാ ഞാൻ പറഞ്ഞു, ലോ പ്രഷറിനകത്ത് ഒരു ട്രാൻസ്ഫോമർ, ഹൈ പ്രഷർ സോഡിയം വേപ്പർ ലാമ്പ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ഇഗ്നൈറ്റർ ഉപയോഗിച്ച്, ഓർമ്മയുണ്ടല്ലോ, അത് മനസ്സിരിക്കട്ടെ. ശരി, അപ്പോൾ ഒരു സോഡിയം വേപ്പർ ലാമ്പ് ആണെങ്കിൽ അതിനെന്ത് വേണം, ട്രാൻസ്ഫോമർ. ശരി, മെർക്കുറി വേപ്പർ ലാമ്പ് അത് വേണോ, വേണ്ട. ദ എഫിഷ്യൻസി ഓഫ് ലൈറ്റ് ഈസ് ഹൈ. ഒരു സോഡിയം വേപ്പർ ലാമ്പിന്റെ എഫിഷ്യൻസി എത്ര, ഹൈയാ, 160 ലൂമൺ പെർ വാട്ടാ. സമയം ഒരു മെർക്കുറി വേപ്പർ ലാമ്പിന്റെ എത്രയെന്ന് വെച്ചാൽ 50 ലൂമൺ പെർ വാട്ടാ. 50, 100, 150, 3 ഇരട്ടി വന്നില്ലയോ? അതാ പറഞ്ഞത്. അടുത്ത ദ ഇഗ്നീഷ്യൻ വോൾട്ടേജ്. ഇഗ്നീഷ്യൻ വോൾട്ടേജ് എന്താ, ആ ഒരു വസ്തു, ആ ഒരു ലാമ്പ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു വോൾട്ടേജ് വേണം. ആ തുടക്കത്തിൽ വേണ്ട വോൾട്ടേജ്, അതാണ് ഇഗ്നീഷ്യൻ വോൾട്ടേജ്. ഈസ് ബിറ്റ്വീൻ 400 വോൾട്ട് ആൻഡ് 600 വോൾട്ട്. ആ ഒരു സോഡിയം വേപ്പർ ലാമ്പ് തുടക്കം അല്ലെങ്കിൽ ഓൺ ആക്കണമെങ്കിൽ ഇഗ്നീഷ്യൻ തുടക്കത്തിൽ കൊടുക്കേണ്ട വോൾട്ടേജ് എത്ര, 400 വോൾട്ടിനും 600 വോൾട്ടിനും ഇടയിലാണെങ്കിൽ മറ്റേതിന് അത്രയും വേണോ, വേണ്ട. മെർക്കുറിക്ക് വോൾട്ടേജ് കുറവ് മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ എന്നോ? ഇഗ്നീഷ്യൻ വോൾട്ടേജ് മസ്റ്റ് ബി ലോവർ. അപ്പൊ രണ്ട് കമ്പാരിസനായി ഞാൻ പറഞ്ഞു. സോഡിയം വേപ്പർ ലാമ്പിന്റെ വോൾട്ടേജ്, ഇഗ്നീഷ്യൻ വോൾട്ടേജ് എങ്ങനെയാ, കൂടുതലാ, മറ്റേതിന് അത്രയും വേണ്ട. ദ ഓപ്പറേറ്റിംഗ് പൊസിഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞു അവസാനം സോഡിയം വേപ്പർ ലാമ്പിന്റെ പൊസിഷൻ ഹൈ വാട്ടേജ് ആണെങ്കിൽ അത് എത്ര, 20 ഡിഗ്രി കൂടുതലാവാൻ പാടില്ലെന്നാ പറഞ്ഞു ആണോ? അപ്പോൾ ഒരു സോഡിയം വേപ്പർ ലാമ്പ് എന്താ, ഓപ്പറേറ്റിംഗ് പൊസിഷൻ ഒരു വലിയ ഘടകമാണ്. 20 ഡിഗ്രി കൂടുതൽ അക്കുമുലേറ്റ് ചെയ്യും, അതിന്റെ പ്രവർത്തനത്തെ ബാധിക്കും. പക്ഷേ ആ സമയം the operating position is not important. Operating position is not important എന്നാ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ വെച്ചാലും മെർക്കുറി വേപ്പർ ലാമ്പ് സാധിക്കും. ഇതെല്ലാം ഒരു ക്വസ്റ്റ്യനാ. ആ പൊസിഷനെ ബാധിക്കുന്ന ഏത് ലാമ്പാ, സോഡിയം ആണോ മെർക്കുറി ആണോ എന്ന് ചോദിച്ചേ. അടുത്ത പറഞ്ഞിരിക്കുന്നത്
ദ ലൈറ്റ് ഈസ് യെല്ലോയിഷ്, ഒരു മഞ്ഞ കലർന്ന കളറാണെങ്കിൽ അത് ഏതാ? സോഡിയം വേപ്പർ ലാമ്പ് ആണെങ്കിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ലൈറ്റ് ഈസ് ഗ്രീനിഷ് ആൻഡ് ബ്ലൂ ആണോ? പണ്ടത്തെ കാലത്ത് റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഉപയോഗിച്ചിരുന്ന ബൾബ് ഏതാന്ന് ചോദിക്കും, അപ്പോഴേ പറയണം അത് ഏതായിരിക്കും, അതൊരു മെർക്കുറി വേപ്പർ ലാമ്പാണ് പറഞ്ഞിരിക്കുന്നത് ആണോ? അടുത്ത പറഞ്ഞ ഇറ്റ് ഹാസ് ഓൺലി 2 മെയിൻ ഇലക്ട്രോൺ, ഞാൻ പറഞ്ഞു 2 ഇലക്ട്രോഡ് ഉണ്ട്, അതിനകത്താണെങ്കിൽ ഇറ്റ് ഹാസ് 2 മെയിൻ, വളരെ ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞു സോഡിയം വേപ്പർ ലാമ്പാണെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രോഡ്, ഇവിടെ ഒരു ഇലക്ട്രോഡ്, മെർക്കുറിക്കകത്തും 2 ഇലക്ട്രോഡ്. പക്ഷേ ആ ഇലക്ട്രോണിനെ സഹായിക്കാൻ അതുമായി ബന്ധിട്ട് നമ്മളൊരു ആക്സിലറി ഇലക്ട്രോഡും ഒരു റെസിസ്റ്റൻസിന്റെ കാര്യം നമ്മൾ പടം വരച്ച് നല്ല വ്യക്തമായി പറഞ്ഞു. ഓക്കെ ആണോ? അപ്പൊ 2 കാര്യം പറഞ്ഞു, സോഡിയം വേപ്പർ ലാമ്പ് പറഞ്ഞു, പിന്നെ ഏതാ? മെർക്കുറി. ഓക്കെ ആണോ? ശരി, അപ്പൊ ഇതോടെ ഈ ക്ലാസ് അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്